حديث في نفقة المطلقة طلاق ചൊല്ലി വേർപെടുത്തപ്പെട്ട പെണ്ണിന് ഭക്ഷണ ചെലവ് കൊടുക്കണോ വേണ്ടയോ? അതാ നാട് ഭരിക്കുന്ന വക്കീലിന് വേണ്ടി വരും. ആദിമാരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ഭർത്താവിൻ്റെ വക ഭക്ഷണം ഉണ്ടോ ഇല്ലേ? അപ്പൊ ഈ ഇൻഡിക്കേഷനെല്ലാം കൊണ്ടുപോകണം, എന്നാലേ മാലിന്യത്തിനാവുള്ളൂ. തലാഖ് ചൊല്ലി വേർപെടുത്തപ്പെട്ട പെണ്ണിന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ? വന്നതായ ഹദീസ് കണ്ടിട്ടില്ലേ? ഈ നഫഖത്തിൽ മുതല്ലഖത്തി അവിടെ 1, 2, 3 ഇങ്ങനെയൊന്നും തിരിച്ചിട്ടില്ല. തലാഖ് ചൊല്ലി പിരിക്കപ്പെട്ട പെണ്ണിന് ആഹാരം കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ? അതാദ്യം തീരുമാനിക്കും. ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലി വേർപെടുത്തിയിട്ടുണ്ട്, ആഹാരം കൊടുക്കണോ വേണ്ടയോ? ഈ ഭർത്താവ് അന്യ പെണ്ണായിട്ടായി കൊണ്ടത് നിന്നെ ഞാൻ തലാഖ് ചൊല്ലി, ഇങ്ങനെയല്ലേ തലാഖ് ചൊല്ലി വേർപെടുത്തലേ? ആ പെണ്ണിനെ 3 നേരത്തെ ആഹാരം വേണോ വേണ്ടയോ എന്നാ ചോദ്യം. അതുപോലെ രാവിലെ വൈകുന്നേരം ചായ കട്ടി വേണോ വേണ്ടയോ? ആരെ വക വേണം എന്നുള്ളത് ഉറപ്പന്നെ. ഭർത്താവിന്റെ വകയിൽ വേണോ വേണ്ടേ? അതിനെപ്പറ്റി തീരുമാനമെടുക്ക്. ഇതിൽ കിതാബിന്റെ ഇക്കാര്യത്തിൽ തന്നെ വരൂ. എന്നിട്ട് മഴയിൽ നിൽക്കുമ്പോ പുസ്തകം ഭർത്താവ് നേരം കിട്ടൂ. ഇങ്ങനെയല്ലേ കാദിമാർ ഇത്രയും മഴയിൽ വയ്ക്കുന്നതാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്റെ കേസിന് വരുമ്പോ നിരവധി കാദിമാർ തന്നെ സംശയം വന്ന് ഇങ്ങനത്തെ നോട്ട് ഉപയോഗിച്ച് ഇവിടുന്ന് കൊണ്ടുപോയ അപ്പോൾ അവർക്ക് ശരിക്കും മറുപടി അറിയാൻ പറ്റി. പെണ്ണുങ്ങൾ വന്ന് ചോദിക്കുന്നത് എനിക്ക് ഭർത്താവിന്റെ വകയിൽ എന്തെങ്കിലും കിട്ടോ, അല്ല ഞാൻ തന്നെ നയിച്ചിട്ട് തിന്നണോ എന്ന് ചോദിക്കാൻ വരുമ്പോ ഒരു ചോദ്യല്ലേ? ആൻസർ: തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് 2 സൈസ്. ഒന്ന്, നിന്നെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് വേഗത്തിൽ തിരിച്ചെടുക്കാൻ പറ്റിയ പെണ്ണ്. ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു കഴിഞ്ഞു. മറ്റൊന്ന്, അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റാത്തത് ഭായി തന്നെ മൂത്തിട്ട് അങ്ങനെയൊക്കെ സത്യ വൈകുന്നേരത്ത് കുബറുണ്ട്. അത് 3 തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്. ഭാര്യയാകാൻ വേണ്ടി 3 വേണ്ട. ഭാര്യയിൽപ്പെട്ട മൂത്ത ഒന്നാണ് ബൈനൂനത്തുൽ കുബ്ര 3. ഭാര്യ എന്ന് പറഞ്ഞാൽ 3 എന്നല്ല, തിരിച്ചെടുക്കാൻ പറ്റാത്തത്. അത് ഫീസ് വാങ്ങി തലാഖ് കൊടുത്താലും തിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ പോകാൻ വേണ്ടിയല്ലേ നമ്മൾ ഫീസ് എടുത്ത് പിന്നെ അവിടെ തിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഭാര്യനാകലെ 3 നിലക്കുണ്ട്. ഒന്ന് ഇത്തരീലല്ലേ, അന്നേരം ഭാര്യയാണ്. ഇനി ആ ഭർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ പുതിയ നിക്കാഹ് കഴിച്ചാൽ മതി. ഇത് തീർന്നു പോയിന് പോലും. ഇനി ആ ഭർത്താവിന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? പെണ്ണിന്റെ സമ്മതം എടുത്തിട്ട് പുതിയ നിക്കാഹ് റീഫണ്ടാക്കി പുതിയ ചെലവിടണം. പിന്നെ വായിനാകുന്ന വേറെ രൂപോ പ്രതിഫലം വാങ്ങിയിട്ട് തലാഖ് ചൊല്ലിയ വൈനായി തിരിച്ചെടുക്കാറില്ല. കെട്ടണമെന്നുണ്ടെങ്കിൽ ഇനി പുതിയ നിക്കാഹ് കഴിക്കണം. നടത്തിയാൽ കെട്ടണമെന്ന് വിചാരിച്ചാൽ കെട്ടാനും സാധിക്കാത്തൊരു വായിനുണ്ട്. വായിനിന്റെ കൂട്ടത്തിൽ അപസാകാരത്തിലുള്ള വായിന് ഏതാ?
അത് 219 റബിയെ ബായി എന്ന് പറഞ്ഞാൽ 3 തലാഖിന് അർത്ഥം വെക്കണ്ടാണ്. ബായിൽപ്പെട്ട ഏറ്റവും അയലാതരതയിലുള്ള ഒന്നാണ് ഇത് 3 തലാഖ്. അവിടെ തിരിച്ചെടുക്കാൻ കഴിയോ? അവിടെ പുതിയെടുക്കാൻ കഴിയില്ല. തിരിച്ചെടുക്കാൻ കഴിയാണ്ടായാൽ തന്നെ എന്തായി? ബായിലായി. തിരിച്ചെടുക്കാൻ കഴിയുന്നത് ഏതാ? തിരിച്ചെടുക്കാൻ കഴിയുന്ന തലാഖ് 2. ഒരു തലാഖോ 2 തലാഖോ കൊടുത്താൽ തിരിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ പുതിയ നിക്കാഹ് ചെലവ് ഒന്നും വേണ്ട. ഭർത്താവ് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഓൾ കേൾക്കണമെന്ന് അറിയില്ല. വളരെ ഈസിയാണ്. സാക്ഷിയും വേണ്ട. മടക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് തന്നെ തിരിച്ചെടുത്താൽ മതി, വേറെ ആരും വേണ്ട. തിരിച്ചെടുക്കാൻ അനുമതി. അപ്പൊ തിരിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിൽ തലാഖിൽ തിരുത്തപ്പെട്ട പെണ്ണ് ആരും ആരുടെ സമ്മതത്തോടു കൂടിയേ അനങ്ങാനും തിരിയാൻ ചിന്തിക്കാനും പറ്റുള്ളൂ ഭർത്താവിന്റെ. പക്ഷെ സംയോഗം ഇല്ലാതെ മാത്രമേ ഉള്ളൂ. സാക്ഷാൽ സൗദ്യത്തിന്റെ വിധിയാൽ എന്നേക്കുമായി നമ്മൾ പുറത്താക്കിയ പ്രജയായ പെണ്ണ് ചിന്തിക്ക്. പ്രജയായ പെണ്ണുണ്ട് തലാഖ് ചെല്ലപ്പെട്ടത്. അതായത് 1 തലാഖോ 2 തലാഖോ പ്രതിഫലം വാങ്ങാതെ ചൊല്ലത്. പ്രതിഫലം വാങ്ങിയാൽ പിന്നെ 1 തലാഖായാലും വൈനായി. പ്രതിഫലം വാങ്ങാതെ 1 2 തലാഖ് ചൊല്ലി. മടക്കിയെടുക്കാൻ പറ്റിയ തലാഖ് 2. എന്നിട്ട് ഫൈൻസാക്കി പെണ്ണിനെ തന്നെ മടക്കിയെടുത്തിട്ട് അവിടെ തിരിച്ചെടുത്ത് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നിങ്ങൾ പിരിച്ചു വിട്ട് 3ാമത്തെ അല്ലേ? എനിക്കട്ടോ മസല എല്ലാം വലിയ വാല്യബിളായ മസലയാണ്. ഇത് വലുതായാലും ഇപ്പല്ല. ഞാൻ അടവിൽ നിന്ന് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ ഇത് വരും. ജനങ്ങൾ ക്യൂ വരുമ്പോ ജനങ്ങൾ ഓരോന്നോരോന്ന് കേൾക്കാനോ അറിയാനും വരും. കടലാസ് പറ്റി പെണ്ണിനെ കൂട്ടിയിട്ട് ഇവിടെ തലാഖിന്റെ ഉണ്ണാൻ വേണ്ടി രാവിലെ ഉച്ചക്ക് രാത്രി ഉണ്ണാൻ വേണ്ടേ, അതുപോലെ ഉറങ്ങാൻ വേണ്ടേ, അതാരാ കൊടുക്കേണ്ടത്? അപ്പൊ മസല ഇത് ജീനോട്ടുണ്ടെങ്കിൽ കുറച്ച് നോക്കിയപ്പോലെ എത്രേ ആളുണ്ടല്ലോ അനുഭവിക്കുന്നുണ്ട്. ഷാജിമാറിന് വളരെ ഇസ്ലാമിന്റെ അത്ഭുതമായിട്ട് തിരിഞ്ഞവരുണ്ട് ഇവിടെ. അവിടെ ഇങ്ങനെ നോക്കിയിട്ടപ്പോ ഞാൻ ഇപ്പൊ കഥയില്ലാകുമ്പോ അപ്പൊ എന്താ നോക്കട്ട് പറയട്ടെന്ന് പറഞ്ഞാൽ ആള് ഇപ്പോ മീറ്റർ കളിച്ചാ പോലെ കൂടില്ലേ? മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാണ്. റജയിയായ പെണ്ണിന് തിന്നാനും കൊടുക്കണം, ഉറങ്ങാനും കൊടുക്കണം, സുഖിനെയും കൊടുക്കണം. യാതൊരു വ്യത്യാസമില്ല. ആർക്കും ഒരു പാർട്ടിക്കും അതിൽ എതിർപ്പുണ്ടോ? മനസ്സിലാകുന്നേ പറയും. പക്ഷെ മുത്താനം തൊടാനും പറ്റൂല. എന്റെ ചെറിയവർക്ക് സാക്ഷാൽ ഭാര്യ എന്നല്ലേ പറഞ്ഞത്. പ്രയോജനം ഉണ്ടാവില്ല. പല വിഷയത്തിലും ഏതുവരെ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ മക്കളെ കെട്ടണം. ഇപ്പൊ കിട്ടാൻ പറ്റോ? ഇവിടെ പോണ്ടേ? ഇവിടെ ഗെറ്റ് ഔട്ട്
കഴിയുന്നത് വരെ പെൻഡിങ് ആണ്. ആരെ പോലെയാണ്? ആ അപ്പൊ സൗജിന് വേണ്ടി ഇവിടെ മുടങ്ങി നിൽക്കണം. അപ്പൊ എന്ത് കിട്ടും? എല്ലാ ചെലവും കിട്ടും. സോപ്പ് കൂടു അതുപോലെ എല്ലാം കിട്ടും. ഇതില് മുസ്ലിം ലോകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അഭിപ്രായമുണ്ടോ? ഷാഫി, ഹനഫി, മുജാഹിദ്, മറ്റേ റജായിക്കായ പണ്ഡിതന്തുണ്ട്. സ്നാനം കൊടുത്തു കൊള്ളണോ? എപ്പം കൊടുത്ത പോലെ തന്നെ ഇനി അതങ്ങൾക്ക് വേണ്ടി വായനായ പണ്ട്. വായനായ പണ്ട് 2 kinds, 2 സൈസ്. ഒന്ന് ഗർഭമുള്ളത്, ഇന്നത് ഗർഭമില്ലാത്തത്. എത്ര സിമ്പിള്. വായനായ പണ്ട് റജയിന്റെ അടുത്ത് നോക്കണ്ട. റജയിയായ പണ്ടിനെന്തുണ്ട്? അന്നലെ റജയിയത്തി അന്നഫഖ വസുഖിന ഇത്തിഫാഖൻ മുത്ലഖൻ ഇജ്മാൻ. എന്താണ്? ഇനി അമൽ ബായിണ്ട്. ബായി 2 വിധം. അതല്ലോ ഗർഭം ഉള്ളത്, ഗർഭമുണ്ടെങ്കിൽ തിന്നാനും കൊടുക്കണം, സുഖിനിയും കൊടുക്കണം. ആ പണിയോടുള്ള ആദരം കൊണ്ട്. കാരണം ഇവന്റെ പ്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടല്ല ഉള്ളത്. അതുകൊണ്ട് എന്ത് വേണം? നഫഖയും വേണം, സുഖിനിയും വേണം. അപ്പൊ അതേപോലെ തന്നെ ബായിനായിട്ട് പോലും അതേപോലെ തന്നെ റജയിയായ പട്ടിനെ പോലെ തന്നെ, അതായത് സൗജത്തിനെ പോലെ തന്നെ. അതിലാക്കിയത് ഖിലാഫുണ്ടോ? ഗർഭിണിയായ പെണ്ണാണ്, ആ രൂപത്തിലാണ് വായിലാക്കിയത്. എന്നാലും നഫഖയുണ്ട്. അത് പെണ്ണിനോടുള്ള ആദരവല്ല, ആ കുഞ്ഞുമാനോടുള്ള ആദരം കൊണ്ട് ഇത് കൊടുത്ത് സുഖിനെ എന്തെങ്കിലും കൊടുക്കും. കാരണം നമ്മളല്ലേ കടഞ്ഞു വെക്കുന്നത്. സുഖിനെ അമ്മ അല്ലെങ്കിലും കൊടുക്കും. സുഖിനെ കൊടുക്കാതെ പെണ്ണ് ഭൂമി ലോകത്തുണ്ടാവോ? തലാഖ് ചെയ്യപ്പെട്ട പെണ്ണും ഉണ്ടാവില്ല. സുഖിനൊക്കെ തള്ളിപ്പം കളി. ഇങ്ങനത്തെ ആഹാരം കൊടുത്തത്, 5 നേരം തിന്നാൻ കൊടുത്തത് എന്തിന്? കുട്ടി വേണ്ടതായ കേട്ടോ. അത് തിന്നു. ഇനി ഏതാ വണ്ടി? അല്ലാത്ത അതിനകത്ത് ഹൈ എന്ന് പറഞ്ഞാൽ ഗർഭിണി അല്ലാത്ത ബായിനായ അല്ലേ? ഗർഭിണി ബായിനായ പെണ്ണ്. മസല പറയട്ടോ. മാലിക് ഇമാം പറയുന്നത് തിന്നാൻ കൊടുക്കാൻ വേണ്ട, വീട് കയറാൻ കൊടുക്കണം, താമസിക്കാൻ വീട് കൊടുക്കണം. ഇതല്ല ഇന്നത് വരെ ഇത് വേണ്ട, തിന്നാൻ കൊടുക്കണ്ട. സൂറത്തുൽ തലാഖ് 1. സൂറത്തുൽ തലാഖിൽ അല്ലാഹു എന്താ പറഞ്ഞത്? മാലിക് ഇമാമിനെ പഠിപ്പിക്കുന്നത് നിങ്ങള് ഈ മുവത്തന്റെ ഇജാസത്ത് മദീനത്ത് വെച്ചെടുക്കണം. അവിടെ തന്നെ മദീന മുനവ്വറിന്റെ മുമ്പിലാണ് മാലിക് ഇമാമിന്റെ ഖബർ. ഇതെല്ലാം മസ്തനിയും നിങ്ങൾക്ക് കിട്ടും. 358 കേട്ടാ. لا تخرجوهن من بيوتهن ولا يخرجن. لا تخرجوهن. ആ പെണ്ണിനെ നിങ്ങൾ പുറത്താക്കല്ല. ബിയൂത്തിഹിന്ന വലാ യഖ്റുജ്ന. അവർ പുറത്തു പോകാനും പാടില്ല. അപ്പൊ സുഖിനെ വേണം എന്നുള്ളതിനായില്ലേ വലാഖ് സൂറത്ത് 1-ാമത്തത്. എന്ത് വേണം? സുഖിനെ വേണം. പിന്നെ ഒദീനം വേണ്ടെന്ന് എടുത്ത് കിട്ടി. ആഹാരം വേണ്ടെന്ന് എഴുതാൻ കിട്ടിയത് മാലിക് ഇമാം പിടിച്ചത്. ഉണർന്ന് ചിന്തിക്കേ. നിങ്ങൾ താമസേ കൊടുക്കുള്ളൂ, എന്ത് കൊടുക്കൂല? അത് 6-ാമത്തെ ആയത്ത് കൊണ്ടാണ് പിടിക്കുന്നത്. 6-ാമത്തെ ആയത്ത് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. وَإِنْ أُولَاتِ حَمْلٍ فَأَنْفِقُوهُنَّ وَأَنْفِقُوا عَلَيْهِنَّ حَتَّى يَضَعْنَ حَمْلَهُنَّ. സൂറത്തുൽ തലാഖ്. ഈ പെണ്ണ്, ഈ പറയപ്പെട്ട പെണ്ണ് ഗർഭിണിയാണെങ്കിൽ അൽഫീലുണ്ട്. അൽഫീലിന്റെ കയ്യിൽ
എന്നാണ്. ഗർഭിണികളാണെങ്കിൽ എന്നൊക്കെ ഇതുകൊണ്ട് എന്താ കിട്ടും? അതിന്റെ മുഖാലപ്പെടുക്ക് അപ്പൊ എന്ത് കിട്ടും? ഗർഭിണികളെല്ലാവർക്കും ചെലവ് എന്ത് വേണ്ട? നഫഖത്ത് വേണ്ട. വേണ്ട. സൂറത്തു തലാഖ് സൂറത്തു തലാഖ് 6 നിന്നാണ് വിട്ടത്. ഇത് വേണ്ട. നഫഖത്ത് അല്ലാഹു തആല ഗർഭം എന്ന കൈതോട് കൂടിയ തിന്നാൻ കൊടുക്കാൻ പറഞ്ഞത് ഭാര്യയെ പറ്റി. ഗർഭം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. അപ്പൊ എന്ത് കിട്ടും? ഇല്ലെങ്കിൽ വേണ്ട. ശരിയായി. ഇതേ നയം തന്നെയാണ് ഷാഫിഈ. താമസ സൗകര്യം കൊടുക്കണം. എന്ത് വേണ്ട? നഫഖത്ത് വേണ്ട. അതില്ലേ? ആ ഇനി അനഫിയ പറഞ്ഞി. അനഫിയോടെ അനഫി പറയുന്നതിനായിട്ട് കൊടുക്കണം. ഇത് കൊടുക്കാണ്ട് ചെയ്യൂല. കൊടുക്കണം പോലെ അനഫിക്കാർക്കായി നഫഖയുണ്ട്, സുക്കിനിയുണ്ട്. നഫഖയുണ്ട്, സുക്കിനിയുണ്ട്. അസ്കിനൂഹും മിൻ ഹൈസു സകൻതും മിൻ വുജ്ദിക്കും. എല്ലാ സൗകര്യവും കൊടുക്കുന്ന. കാരണം ഇവനിക്ക് വേണ്ടി മുളക് നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് ഭക്ഷണം. പിന്നെ അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും, നിങ്ങളെ വകയാൽ നിങ്ങൾ റൂം അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് കൊടുക്ക്. അപ്പൊ അനഫിയിൽ ഇത് പറയുന്നത് രണ്ടും വേണം. അപ്പൊ അനഫിയിൽ നല്ല ലാഭം കിട്ടും. രണ്ടും വേണം. ഇത് കലാകാരുവാ. അമ്പലിയോ? അമ്പലി പറയുന്നത് ലാനഫഖ വലാ സുക്കിന. ഒന്നുമില്ല, എല്ലാം പോയി. ലാനഫഖ വലാ സുക്കിന. ഒന്നും വേണ്ട. ഒന്നും കൊടുക്കേ വേണ്ട പോലെ എന്താ കൈക്കോട്ടെ ഒന്നും തരൂല്ലോ. എന്ത് ഫാത്തിമ ബിൻത് ഖൈസ് ഞാൻ പറഞ്ഞു ഓർമ്മണ്ട. ഒരു കൊടുത്തണ നമ്മള് നമുക്ക് കൊടുത്തണം. മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എവിടെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് അവസാനം എവിടെ നിന്നേന്നാ അബ്ദുല്ലാഹി ഉമ്മി മക്തൂമിന്റെ വരയിൽ ഒരു റൂമിൽ ലീവുണ്ട്. ഒത്ത് കണ്ണു കാണൂല. അപ്പൊ ആടെ ഇരിക്കാൻ വേണ്ടി റദ്ദാക്കി. ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എന്താ വരുന്നത്? അഹമ്മദ് ബിൻ ഹംബൽ ഇമാമ പറഞ്ഞത് എന്താണ്? ഒന്നും വേണ്ട. ഒന്നും വേണ്ട. നിർത്തി. ഒന്നും വേണ്ട. എത്തുന്നില്ലേ? ഇനി വേറെ 2 സെക്ഷൻ പഠിക്കാൻ. എന്താ ഉപയോഗം മുഴുവനായി? ഏതാ? വഫാത്തായ തലാഖ് ചെല്ലിപ്പിച്ചതല്ലേ പറഞ്ഞു. ഇനി ഏതാ സെക്ഷൻ? വഫാത്തായ വഫാത്തായ ഹാമിലാണോ അല്ലയോ? വഫാത്താകുന്ന നേരത്ത് പെണ്ണ് ഹാമിലാണോ അല്ലേ? മതി. ഗർഭിണിയാണ്. എന്നാൽ പോലും ലാനഫഖ വല്ലഹാ സുക്കിന. സുക്കിനില്ലാതെ പെണ്ണുണ്ടാവോ? ഭർത്താവ് വെച്ചാലും ഭർത്താവിന്റെ വീട്ടുവകയിലല്ലേ സുക്കിന കൊടുക്കേണ്ടത്. സുക്കിനില്ലാന്ന് ഭൂമിലോകത്താരെന്ന് പറയോ? ഇല്ല. എന്തില്ല? അതാണ് ഭംഗിയില്ലാത്ത കുഞ്ഞുമോനില്ലേ? സാധാരണ ഒരാൾ മരിച്ചാലും കൊടുത്തിട്ടുണ്ടോ? അവരുടെ തറവാട് വക ജീവിച്ചോട്ടുന്നല്ലാണ്ട് മയ്യത്തിന്റെ വകയാ ഇങ്ങനെയുള്ള ഭക്ഷണം. ഗർഭിണിയാണെങ്കിൽ പോലും എന്തില്ല? ഒരു ഈ ഭർത്താവ് മരിച്ച് ആ സമയത്ത് പെണ്ണ് ഗർഭിണിയാന്ന് പോലും. ഭർത്താവ് മരിച്ചു. ഇനി മരിച്ചോളെ വകയില്ല. ഭഗവാൻ കുഞ്ഞിമോനെ പരിഗണിച്ചാൽ തന്നെ ഇനി പരിഗണിക്കോ? പെണ്ണിനേതായാലും പരിഗണിക്കില്ല. കുഞ്ഞിനെ പരിഗണിക്കട്ടെ എന്നാ ചോദ്യം. സാധാരണ കുഞ്ഞിനെ പരിഗണിച്ചിട്ടാ മരിക്കൽ. കുഞ്ഞിക്ക് കൂടെ ചെലവ് തന്നോളാന്ന് പറഞ്ഞിട്ടാ മരിച്ചു. എന്താ പറയും? ഉത്തരം പറ. ഇങ്ങനത്തെ പറയാത്തത് ഒരു 4 വയസ്സായ ചെക്കനുണ്ട്. ഒരു ഇപ്പം മരിച്ചു പോയി. എന്നാല് ഈ ഉപ്പാന്റെ വകയില കൊട്ടേണ്ടത്? ഇങ്ങനെ നിയമണ്ടാ? അപ്പൊ എന്ത് കിട്ടൂല? അപ്പൊ 4 മതം ഇത്തിഫാക്കാം. സുഖിനെ കിട്ടും. എന്ത് കിട്ടൂല? ഗർഭിണിയായാല്. ഇനി ഏതാ വേണ്ടി? ഗർഭിണിയല്ലാത്തത്.
മാലിക്കി ഷാഫി ഹനഫി. സുഖിനെ ഉണ്ട് എന്നില്ല. ഗർഭിണി അല്ലാത്ത ദൗത്യത്തിനെ പറ്റി ഭർത്താവ് മരിച്ചു പോയാൽ സുഖിനെ കൊടുക്കും. ഇത് കൊടുക്കൂല. കാരണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഗർഭിണിക്കല്ലേ കൊടുക്കട്ടെ. ഗർഭിണിക്ക് വരെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എങ്ങനെ കൊടുക്കല്? കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നഫഖയില്ല എന്നുള്ള 4 മദ്ഹബ് ഇത്തിഫാഖാണ്. സുക്കിന ഉണ്ട് 3 മദ്ഹബിൽ. സുക്കിനെയും ഇല്ലാന്ന് ഹംബലി. മറിച്ചില്ലേ ഇനി അയാളെ കണക്കാക്കണ്ട. സുക്കിനെയും ഇല്ല. സുക്കിനെ ആര് കണ്ടെത്തട്ടെ? പിന്നെ പണ്ട് സുക്കിനെ കൊടുത്തെന്ന് പറഞ്ഞതോ അത് ഗർഭിണിക്ക്. ഗർഭിണി അല്ലെങ്കിൽ നഫഖയില്ല എന്നുള്ളതിൽ എല്ലാവരും ഇത്തിഫാഖ്. സുക്കിനെ വേണം എന്നതിൽ 3 മദ്ഹബ് ഇത്തിഫാഖ്. പിന്നെ സുക്കിനെയും വേണ്ട. കാരണം മരിച്ചിട്ട് പോയാൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയായില്ലേ? മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അൻ അബ്ദുല്ലാഹ് ഇബ്നു യസീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗല അൽ അസ്വദ് ബിൻ സുഫിയാൻ. അസ്വദ് ബിൻ സുഫിയാൻ എന്നവരുടെ പൂർവ്വ സേവകനാണ്. അലി അബ്ദുല്ലാഹ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ആലത്തുന അബ്ദുല്ലാഹ് ഇബ്നു യസീദ്. ആരാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു യസീദ്? അബ്ദുല്ലാഹ് ഇബ്നു യസീദ് ആരാണ്? അസ്വദ് ബിൻ സുഫിയാൻ എന്നവരുടെ മൗല. അവരുടെ പൂർവ്വ അടിമയെന്ന് പറഞ്ഞു. നബി സല്ലമ ഇബ്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരല്ലേ അലി അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുടെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിച്ച 10 ആളില്ലേ? എല്ലാവരുടെ പിന്നെ ആഴ്ചയിൽ കറമീനില്ലേ? അവരുടെ മോനാണ് അബൂസലമ. ഇവർക്ക് എന്താ പ്രത്യേകത? നിലവിലുള്ള എല്ലാ ഫിഖും ഒരിടത്തും. അതന്നെ അബ്ദുറഹ്മാൻ ചെറുപ്പത്തിലേക്ക് നിന്നല്ലേ. ഫാത്തിമ ബിൻതി ഖൈസ് ആരെ തൊട്ട് ഇതിനെ കേട്ടിട്ടുണ്ടോ? പറഞ്ഞേ. അബൂ അംർ ബിൻ ഹഫ്സ് എന്ന മഹാൻ തല്ലഖഹ. അൽബത്ത ഏത് സ്ഥിതിയിൽ വഹുവ ഗായിബുൻ ഫിശാം. ഒരു സ്ഥലത്തില്ല, സിറിയയിലേക്കാണ് പോയത്. ഫാത്തിമ ബിൻതി ഖൈസ് അന്ന അബൂ അംർ ബിൻ ഹഫ്സ് തല്ലഖഹ. അൽബത്ത ഏത് സ്ഥിതിയിൽ വഹുവ ഗായിബുൻ ഫിശാം. ഉറപ്പോടെ ഉള്ളത് തലാഖിന്റെ വിവരം അറിയിച്ചിട്ട് പെണ്ണ് മുല്ലക്കാന്ന് പോലെ ഓറിപ്പോഴുണ്ട്. പെണ്ണിന്റെ അടുത്ത് തരാൻ പറ്റില്ല. ഫാത്തിമ ബിൻതി ഖൈസിലേക്ക് കൊടുത്തയച്ചു. വക്കീലഹു അയച്ചു, കൊടുത്തുവിട്ടു ഒരു ദൂതനെ. ബാർലിയുമായിട്ട് ഒരു ചാക്ക് ബാർലി 50 kg ബാർലി അന്ന് കടക്കൊണ്ട കൊടുത്ത് ഫാത്തിമ ബിൻതി ഖൈസിന്റെ പരാതിയാവോ ഇന്നത്തെ സിറിയയിൽ നിന്ന് കയറ്റിവിട്ടത് 407 ഒന്നുകൂടെ കൊണ്ട കൊടുക്കുന്നേ. ഫാത്തിമ ബിൻതി ഖൈസിന്റെ പരാതി. ഞാൻ മുമ്പ് തലാഖ് ചൊല്ലി കുലക്കിട്ട പെണ്ണല്ലേ, ഒരു ദുഃഖത്തിലായി കൊണ്ടാകുന്നുണ്ട് സ്നേഹം കൊണ്ടെന്താക്കി വന്നേ. ആടെന്തെങ്കിലും വെക്കാനോ കുടിക്കാനോ ഉണ്ടാ കൊണ്ട് കൊടുത്ത് വക്കീല് ഫാത്തിമ ബിൻതി ഖൈസിന്റെ വർക്ക് കൊണ്ടിട്ട് എന്താണ് എന്താ ഗോതമ്പ എന്ത് ഗോതമ്പോ? നിങ്ങളെ ആദ്യത്തെ ഭർത്താവ് തന്നത് ഗോതമ്പ് തരാൻ ആര് പറഞ്ഞിന്?
അതായത് ഈ കൊടുത്തത് തൃപ്തിയായിട്ടില്ല, നല്ലോണം തരണ്ടേ? വന്നാളെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ദേഷ്യം പിടിച്ച് കയർത്ത് കയറി. ആരോട്? ഫഖാല, വന്ന ദൂതൻ പറഞ്ഞു, വല്ലാഹി മാ ലക്കി അലൈനാ മിൻ ശൈഇൻ, എനിക്ക് നിങ്ങളോട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഞാനൊന്നും ഇതറിയില്ല, എന്നോട് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ആരോട് സംസാരിച്ചോ? നിങ്ങളെ ഭർത്താവിനോട്. ഞാനെന്താ എന്നോട് കൊണ്ടാൻ പറഞ്ഞ് ഞാൻ എന്നോട് ചോദിക്കുന്നേ, ഇതെന്താ ഗോതമ്പ തരാന് സ്വർണ്ണം പള്ളി തന്നൂടെ? ഞാനെന്താ അറിഞ്ഞു? ഞാനിതിന് ഉത്തരവാദിയാ. ഉടനെ പണ്ട് പോയി അവിടെ ഇങ്ങനെ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ട് പോയി, ഇപ്പം വരത്തില്ല. എന്നിട്ട് കുറച്ച് ഗോതമ്പ് കൊടുത്തയച്ചു. മതിയാനവിയെ ഫഖാല, നിനക്ക് ഒരു നഫഖയും തരത്തില്ല, ഒന്നും തരില്ല. നീ ഗർഭിണിയെന്നല്ലോ, നിനക്ക് എന്ത് വകയില്ലാതെ ഭക്ഷണം നീ വാങ്ങില്ലേ? നിയമം പറയുന്നെങ്കിൽ ഒരു നേടാ പൈസ അതിൽ നിന്ന് കിട്ടൂല, നഫഖക്ക് വേണ്ടിയിട്ട് കിട്ടൂല. അയാളെ തന്നത് പ്രിയപ്പെട്ടിട്ട് തന്നതാണ്, വേണേ കെട്ടോ അല്ലെങ്കിൽ ചാടിയെ. ഞാൻ പറയുന്നത് ഒന്നും കിട്ടൂല. അപ്പം നഫഖ വേണ്ടെന്നുള്ള തെളിവായില്ലേ? മനസ്സിലായില്ല? നബി തങ്ങൾ ആ പെണ്ണിനോട് കൽപ്പിച്ചു, ഉമ്മി ശരീക്കിന്റെ വീട്ടിൽ ഇരുന്നോളി. തലാഖ് ചൊല്ലിയതിനോട് മുട്ടിയിട്ടുള്ള ഉമ്മേതാ? ഉമ്മി ശരീക്കിന്റെ വീടാണ്. അവിടെ ഇരുന്നോളി. ഇപ്പൊ പോയിക്കൂടെ? എന്ത് തീരാതെ സുമകാല നബി പറയുന്നു, തിൽക ഇമ്രത്തുൻ, തിൽക്കി ഇമ്രത്തുൻ. നബി തങ്ങൾ ഓർഡർ ഇട്ട്, നിന്നോട് ചേർന്നിട്ടുള്ള റൂം ഈ വീട് റൂമല്ലേ, ആ കോട്ടേഴ്സിൽ ഇരിക്കണേ. അവിടെ ഉമ്മ ശരിക്കുണ്ടായ ആൾക്കാരുണ്ട അവിടെ പറഞ്ഞാക്ക. ഇതിൽ നിന്നാണ് അഹമ്മദ് കൊടുത്തത്. സുഖിനെ കൊടുത്തിട്ടില്ല, സുഖിനെ ഇപ്പം തെരയുന്നുണ്ടത്രല്ലേ. എന്നിട്ടോ സുമ്മക്കാലം പിന്നെ നബി എന്നെ പറഞ്ഞു, അവിടെ ഇരിക്കണ്ട, വേണ്ട വേണ്ട, അവിടെ തിരുക്കി ഉമ്മുശരീക്ക് എന്ന് പറഞ്ഞാൽ ഇമ്രാത്തു അവിടെ ചുറ്റിപ്പറ്റി വരുന്ന സാഹി കൂട്ടം കൂട്ടമായ ജനങ്ങൾ അവിടെ കൊണ്ടുവരും. മസല ചോദിക്കാനും കേൾക്കാനും ചർച്ചക്കും കഴിവുള്ള പെണ്ണായതുകൊണ്ട് എന്താവും 24 മണിക്കൂറും ബോംബെ മസാല അവിടെ തിരക്കയ്യോ എന്തെങ്കിലും ഒന്നും ഉണ്ടാനോ എന്തെങ്കിലും നമ്മളെ വിളിച്ചും പറയാനോ കിട്ടോ? ഇല്ല. എപ്പോൾ എൻഗേജ്മെന്റ്, എപ്പം നോക്കിയാലും ആളുണ്ട്, എപ്പം നോക്കിയാലും ചുറ്റിപ്പറ്റി ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകാന്തത കിട്ടോ? ഹൽവത്തിരിക്കട്ടെ, മൂലത്തിരിക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്തെത്തി ഇന്ന് അബ്ദുല്ലാഹി കണ്ണു കാണാത്തവരല്ല, അബ്ദുല്ലാഹി ആടെ റൂമോടിയുണ്ട്. ഇതിൽ നിന്നാണ് ചിലർ പിടിച്ചെടുത്തത്. പെണ്ണിന് ആണിലേക്ക് നോക്കാറുണ്ട്. ഈ പോകുന്ന പെണ്ണ് അബ്ദുല്ലാഹി മക്തൂമിനെ കാണില്ലേ? അതേ സമയത്ത് അബ്ദുല്ലാഹി മക്തൂം അങ്ങോട്ട് കാണോ? അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് ഷാഫി മദ്ഹബിൽ. തൈഫായ പോയി പെണ്ണിന് ആരിലേക്ക് നോക്കാം? ആണിനെ ആരെ നോക്കിക്കൂടാ? പക്ഷെ അഫ അന്യാമാനി അന്തുമാന്ന് പറഞ്ഞിട്ട് എത്തിച്ചിട്ടില്ലേ നിങ്ങള് മൈമൂന ബീവിയോടും മറ്റേ സഹോദരിയോടും? അവിടെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അല്ലേ ഉള്ളൂ, അവിടെ ഞാൻ പോകുന്നതിന് എന്താ മുടക്കം? നബി ആട്ടി ഓടിച്ചല്ല. അദ്ദേഹം കുരുടനാണെങ്കിൽ നിങ്ങൾ കുരുടന്മാരാണോ? അപ്പൊ ഇന്ന് അങ്ങേക്ക് നോക്കലോ തന്നെ. പിന്നെന്തിനാ ഈ റൂം കൊടുത്തത്? വേറെ എവിടെ റൂം കിട്ടാനില്ല. എന്നാലേ കേവലം മെച്ചപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ശല്യം ഉണ്ടാവില്ല. കാരണം കണ്ണ് കാണാത്തത് കൊണ്ട് ഒരു ഇന്നത്തെ ഇരുന്നോളൂ, ഇങ്ങോട്ടേക്കൊന്നും വരില്ല. അല്ലാണ്ട് പെണ്ണിനെ അങ്ങോട്ട് നോക്കൽ ജാഹിലായോണ്ടല്ല.
ബസീറിനെ കാണേ ഹർക്കത്ത് കുറവായിരിക്കൂലേ ആര്? അപ്പൊ അവിടെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ അവിടെ വെച്ച പോലെ ഉണ്ടാവും. അവിടുത്തെ കാലം ഇറങ്ങി വരില്ല. ഓ ഇങ്ങനെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പെണ്ണനായ ആള് അടുത്തേക്ക് ഇറങ്ങി വരോ? അപ്പൊ ആടെ അവിടെ ഇട്ട് കൊടുത്ത് കിട്ടാത്തത് കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ നല്ല കിട്ടട്ടെ. ഒരു പെണ്ണിന്റെ അടുത്ത് ഉണ്ടാ ഒരു ബസീറിന്റെ അടുത്ത് നിൽക്കാം എങ്ങനെയും പറ്റുന്നില്ല. അവസാനം ഗതിയില്ലാണ്ട് അടുത്തേക്ക് എത്തി. എന്തേ അദ്ദേഹം കുരുടനാണ്. നിനക്ക് മാറ്റാം നിന്റെ വസ്ത്രം. അലക്ക് മാറ്റുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാ? ആര് ശ്രദ്ധിക്കൂല. നിന്റെ യുദ്ധ തീർന്നാൽ എന്നെ അറിയിക്കണം. നിന്നെ കെട്ടിക്കാൻ ഉദ്ദേശിച്ചു. ആമിയിലെ കെട്ടിക്കേണ്ട സുൽത്താൻ വലിയമല്ല വലിയ രക്ഷിതാവില്ലാതെ പണിയാരെ കെട്ടിട്ട് അതുകൊണ്ട് യുദ്ധ തീർന്നാ പറയണേ. യുദ്ധ തീർന്ന ഉടനെ എന്താക്കണോ? ഭാരത് ഫാത്തിമാവിന്റെ കഴിച്ച് പറയുന്നു യുദ്ധ തീർന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും അന്വേഷണം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി. കുറേ സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. മുആവിയ ഇബ്നു അബീ സുഫിയാൻ അബൂ ജഹ്ലിനെ രണ്ട് ഭാഗത്തിൽ നിന്ന് എനിക്ക് അന്വേഷണം വന്നിട്ടുണ്ട്. എഴുന്നല്ലോ അബൂ സുഫിയാനിന്റെ മകൻ മുആവിയ യുദ്ധം കഴിഞ്ഞ ശേഷം നബിയുടെ മുമ്പിലേക്ക് പറയാൻ പോയാൽ ചോദിച്ചു യുദ്ധം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. ആ യുദ്ധം കഴിഞ്ഞ ശേഷം ഇവിടെ എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടോ റിസർവ് ചെയ്യാൻ വേണ്ടിട്ട്? പ്രൊപ്പോസൽ പങ്കിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് അബൂ സുഫിയാനിന്റെ മകൻ മുആവിയ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞില്ലേ ഞാൻ കെട്ടുമെന്ന്. നല്ല ചെറുപ്പക്കാരൻ. ഓ അബൂ സുഫിയാനിന്റെ മുആവിയ. പിന്നെ അബൂ ജഹ്ലിന്റെ ഹിശാമിന്റെ മകൻ അത് കേവലം തിരക്കേടില്ലാതെ ബാല്യക്കാരാണ്. അവർ രണ്ടാളും ഒന്നിലധികം എടി ഉറപ്പിച്ചിട്ടില്ലല്ല. അപ്പൊ രണ്ട് ഭാഗത്ത് രണ്ടാളും വന്നു. ഒരു ഭാഗത്തിനാല് മറ്റേ ഭാഗത്ത് കുറ്റവും കുറവും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിന്റെ കുറ്റം വരില്ല. ബദ്ധ എടുത്തിട്ട് വയ്യപ്പെട്ടു പോണ്ട. വിവാഹ സംബന്ധമായ തകരാറുകൾ മുഴുവൻ പറയണം. 7 സ്ഥലങ്ങളിൽ ദീപത്ത് രുചുവാക്കിയിട്ടില്ലേ? ദീപത്തല്ലേ ഉണ്ടാണ്ടിക്കല. ദീപത്ത് ഉള്ള സംഗതി പറയാതിരിക്കാൻ പറ്റോ? എന്താ വേണ്ടി? ഉള്ളതെല്ലാം പറയേണ്ടി വരും. അങ്ങനെയാണ് ഇങ്ങനെയാണ് 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 അങ്ങനെയാണ് ഇങ്ങനെയാണ്. 7-ാം ദിവസം 213 ആ സ്ഥലം മുഴുവൻ 7-ാം ദിവസം 213 ദീപത്ത് പറയേണ്ടുന്ന സ്ഥലങ്ങൾ. സാധാരണ ദീപത്തിന്റെ വിധി എന്താണ്? പച്ച മാംസം തിന്നുന്നതിനേക്കാൾ അടുപ്പല്ലേ? കത്ത മാംസം തിന്നുന്നതിനേക്കാൾ പാവമാണ് ഇത്. പക്ഷേ ദീപത്ത് പറയാൻ അനിവാര്യമായ ഘട്ടം 7-213 എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതായത് ഒരാൾ പറയുന്നത് എനിക്ക് ഇന്ന സ്ഥലത്തുനിന്ന് പുതിയാപ്പിള വരുന്നുണ്ട്. ആ പുതിയാപ്പിള നന്നാവോ? അപ്പോൾ നന്നാവോ എന്ന് ചോദിച്ചാലും ഇല്ലെങ്കിലും അഭിപ്രായം തേടിയാലും തേടിയിട്ടില്ലെങ്കിലും നമ്മൾ അയമ്പുണ്ടെങ്കിൽ എന്താക്കണം? അവർ എടുത്തിട്ട് പെട്ടുകൊണ്ട. അപ്പൊ പല്ല് മഞ്ഞയാണ്, അല്ലെങ്കിൽ മുൻവശത്തൊന്നും പല്ലൊന്നുമില്ല, അല്ലെങ്കിൽ നടക്കാൻ സ്പീഡൊന്നുമില്ല, അല്ലെങ്കിൽ തടി ഓവറാണെന്ന് കാര്യം പറയണ്ടേ? പിന്നെ അവരെ വിവാഹം മുടങ്ങിപ്പോന്ന് വിചാരിച്ച് നമ്മൾ മുന്നെടുക്കില്ല. ഒന്ന് ഇൽമ പഠിക്കാൻ പോകുമ്പോ അയാളുടെ അടുത്ത് പഠിക്കാൻ പറ്റുമോ ഇല്ലേ? അയാൾക്ക് ഇൽമ ഉണ്ടോ ഇല്ലേ? അയാൾ ശരിക്കും പഠിപ്പിക്കോ വേണ്ടേ? അങ്ങനെ എണ്ണി പറയുന്നുണ്ട്. 7-213 അധികം വേണമെന്നുണ്ടെങ്കിൽ റിയാദ് സാലിഹ് നോക്കിയാൽ മതി. ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. വിൽക്കപ്പെടുന്ന സാധനത്തിന് അയവുണ്ടെങ്കിൽ കയറിയിട്ട് ചൊപ്പാക്കട്ടെ.
നീളം കുറവാകും. ഇത് വെയ്യൊക്കെ ചോദിച്ചാൽ എടുത്തിട്ട് പെട്ടുപോണ്ട. അതുകൊണ്ട് മുആവിയ കൊള്ളൂല. അല്ല, അബൂജഹൽ രണ്ടാളല്ലേ? അബൂജഹലിന് ഫലായതോ അസാഹു ഓരോ വടി താത്തു വെക്കൂല. അങ്ങനെ വടി താത്തു വെക്കൂല. ഇങ്ങനെ ഒരു തകരാറുണ്ട് പോലും. അബൂജഹൽ എല്ലാ നിലക്കും സ്മാർട്ടാണ്, വളരെ സ്കോണാണ്. പക്ഷെ വടി താത്തു വെക്കൂല. എടുത്ത് വെള്ളിയിൽ നിന്ന് വടി താത്തു വെക്കൂല എന്ന് പറഞ്ഞാൽ രണ്ട് മയനുണ്ട്. ഇതെല്ലാം വയന ഒരു കാലത്തും ഓരോ സഫർ ചെയ്യില്ല. ഒന്ന് തീരുമ്പോൾ പിന്നെ ഉണ്ടാവും പോലും. ഇന്ന് അവിടെ പരിപാടി, നാളെ മറ്റെടുത്ത് അച്ഛൻ നാളെ വാങ്ങിച്ചത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോലും. അതായത് ഇവിടെ കിട്ടൂല. നബവിമാൻ പറയും വടിതാത്ത് വെക്കലില്ലാന്ന് പറഞ്ഞാൽ വണ്ടി കയറി നീയല്ലേ പണി ഉണ്ടാവും. നിന്റെ അടുത്ത് മുടങ്ങി നിൽക്കോ? ബുദ്ധിമുട്ടല്ലേ? പെണ്ണിന് സ്വന്തമായിട്ട് കിട്ടണ്ടേ? അത് കിട്ടൂല. അല്ലേ? ഫുൾ ടൈം യാത്ര. ഇന്നിപ്പോൾ ഉണ്ടാവും പരിപാടി. പിന്നെ നാളെ പറഞ്ഞിപ്പോഴില്ല, മറ്റന്നാളെ വയനാട്. ഇനി പാതിരാക്കൊന്നിട്ട് എന്താക്കാനാ? അതാണ് രണ്ടാമത്തെ വയന അറിയണ്ട. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അടിയൊക്കെ പോകും. പറഞ്ഞ മനസ്സിലാക്കി അങ്ങനെ അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് നല്ലത്. ഇന്നെന്നാ ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്, സ്ത്രീകളെ കണ്ടമാനം അടിക്കും. അതുകൊണ്ട് ആരെ എടുക്കണ്ട. ഇനി മുആവിയ വളരെ പാവപ്പെട്ട ആളാണ്. ജീവിതം ചെയ്യാൻ തന്നെ അവർക്ക് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ എടുത്താലല്ല, ഫക്കീറന്മാർ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നീ പിന്നെ അമ്മയ്യ കംപ്ലൈന്റ് ചെലവില്ല. ഒരു തുണി വാങ്ങിച്ചാൽ ആർക്ക് നിർത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിവുള്ള ആളെ നോക്കി തന്നെ എടുത്തോ. ഒരു വീട് തരാനോ പട്ടണം തരാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ കെട്ടേണ്ടത് ഉസാമിന്റെ മകൻ ഉസാമുണ്ട്. ഞാൻ പറയുന്നത് നീ കെട്ടേണ്ടത് ആൾക്കാർ മകൻ ഉസാമ. ഓരോ നിക്കാഹ് ചെയ്തോളി. ഓരാണ് പുതുമാരനായിട്ട് വരേണ്ടത്. കാലത്ത് പണ്ട് പറയുന്നത് ഇപ്പൊ കഴിയത്തു. എനിക്ക് തീരെ ഇട്ടായിട്ടില്ല, കാണാൻ പറക്കത്തില്ല. ആരെ കാണാൻ പറക്കത്ത് വേണം? റബിയെ കാണാൻ തെറ്റത്ത് വേണം. വേണോ? നിങ്ങൾക്ക് ഒരു രാജാവിനെ അയച്ചു തന്നു പറഞ്ഞിട്ട് ഒരു കാണാൻ പറക്കത്തില്ലല്ലോ. പിന്നെ ശരീരം നല്ല ഉടുക്കാക്കി കൊടുത്ത് ഇപ്പൊ കണ്ട എവിടെ പോകുമ്പോ പെട്ടെന്ന് അംഗീകാരം കിട്ടിട്ട് ഇത് വേണം. ഇൽമിലും തടിയിലും വർക്കത്ത് വേണം. ഖുർആനിൽ അസ്തരോപിക്കുന്നുണ്ടാ? നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നാളുടെ പിന്നിൽ. അന്നേരം പറഞ്ഞു ഓരോ പിന്നിൽ നമ്മളങ്ങനെ യുദ്ധം ചെയ്യൽ കുറച്ച് കാണാൻ കയറ്റമില്ലല്ലോ. അങ്ങനെ അള്ളാഹു എന്താക്കി കൊടുത്തു? മെച്ചപ്പ് കൂട്ടി കൊടുത്തു. അങ്ങനെ സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. ശരീരത്തിന് നല്ല കാണാൻ എന്ത് വേണം? കാണാൻ എന്ത് വേണം? അപ്പൊ ഇൽമുണ്ടായാലൊന്നും ജനങ്ങളുടെ മുന്നിൽ ശോഭിക്കോ? ഇല്ല. ഈ ഉസാമത്തൊന്നും അവർ കാണാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതിന് വേണ്ടാന്നായി. സുമക്കാലം നിമിതങ്ങള് പറയുന്നേ, ഞാനാ പറയുന്നത് നീ ഉസാമയെ കെട്ടിക്കൊള്ളണം. ഞാൻ ഹൈർ കണ്ടിട്ടാ പറയും നീ കെട്ടിക്കോ. നബി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്താക്കി? ദിവസം കഴിയുമ്പോഴേക്ക് ഹൈറിന്റെ മേലെ ഹൈർ. നബിതങ്ങൾ ഭാവി കണ്ടിട്ടെടുത്തതാണ്. എന്നിട്ട് പറയുന്നത്, പെണ്ണ് പറയുന്നത്, അന്ന് ഞാൻ തള്ളിയില്ലെങ്കിൽ എന്താ അവസ്ഥ? ഞാൻ ഭാഗ്യമായ പെണ്ണായി. അതായത് മുഴുവൻ ജനങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്റെ ഭാഗ്യം കണ്ടിട്ട് കൊതിച്ചുപോയി.
ഈ ഭർത്താവിന് എനിക്ക് കിട്ടണമായിരുന്നു എന്ന് മറ്റുള്ള പെണ്ണുങ്ങളെ മറ്റുള്ള പെണ്ണുങ്ങള് കൊതിച്ചുപോയി. ആ രൂപത്തിൽ പുരോഗതി ഉണ്ടായി. എന്താവും അല്ല പറയേണ്ടുന്ന ആള് ഇതാ നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ തർക്കിക്കാൻ പാടണ്ട. നിങ്ങൾക്ക് ഇതാ നല്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടായിട്ട് തോന്നുന്നെങ്കിലും നമ്മൾ എന്താക്കണം? കാരണം കാണില്ലേ, നബി ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഉസാമ എടുത്തോ, ലാഭം നഷ്ടം പിന്നെ പറയാന്നാ പറഞ്ഞത്. ഇങ്ങനെ എന്തായി? ഞാനായി തീർന്നു ഒരു നിലപാടിൽ എന്നെ കണ്ടിട്ട് ജനങ്ങള് കൊതിച്ചുപോയി ഈ ഭർത്താവിനെ ആർക്ക് കിട്ടണം? അത്ര വലിയ പുരോഗതി ഉണ്ടായി. ഇങ്ങനെയല്ലേ ഉണ്ടാവും. അതായത് വലിയ ആള് പറയുമ്പോ ശൈഖന്മാർ പറയുന്നത് നിങ്ങളിവിടെ കട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളിവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ ഞമ്മക്കത് ശരിയായി തോന്നുന്നില്ല കേട്ടോ. എന്നാൽ അതിന്റെ പിന്നാലെ എന്തെങ്കിലും എതിർക്കുന്ന സംഭവം ഉണ്ടാവും. ഇന്നല്ലേ അമ്മ കൈചോർപ്പിക്കണ്ടി പറഞ്ഞ് മനസ്സിലാക്കി. മുമ്പ് നമ്മൾ കുട്ടികളെ വലിയ വലിയ പള്ളിയെല്ലാം കിട്ടിയിട്ടുണ്ട് ദർശനം തുടങ്ങാൻ. അപ്പോൾ ശൈഖന്മാർ പറഞ്ഞു